കൊഹിനൂർ ലോക ചരിത്രത്തിലെ ഏറ്റവും ആകർഷകവും അതിലേറെ അപവാദങ്ങളും പേറുന്ന വജ്രക്കല്ല്. ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷ് സാമ്രാജ്യം തട്ടിയെടുത്ത ഈ കല്ല് തിരികെ വേണമെന്ന ആവശ്യം ഇടയ്ക്കിടെ വാർത്തകളിൽ നിറയാറുണ്ട്. ഇന്ത്യയിൽ കണ്ടെത്തിയ കൊഹിനൂർ എങ്ങനെ ബ്രിട്ടനിലെത്തി? എന്താണ് ഇതിനു പിന്നിലെ ശാപകഥ? കൊഹിനൂർ പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന നാദിർഷയാണ് ആ പേര് ഈ രത്നത്തിന് നൽകിയത്. പ്രകാശത്തിന്റെ പർവ്വതം എന്നാണ് കൊഹിനൂരിന്റെ അർത്ഥം. അതിന്റെ തിളക്കത്തിനേക്കാൾ കൂടുതൽ പ്രശസ്തമായത് അതിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളും ഭയാനകമായ ശാപകഥകളുമാണ്. ആന്ധ്രാപ്രദേശിലെ ഗോൽക്കൊണ്ട ഖനികളിൽ നിന്നാണ് ഈ വജ്രം ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. ഖനന സമയത്ത് കൊഹിനൂരിന് 793 ക്യാരറ്റ് ഭാരമുണ്ടായിരുന്നു. 1306 ഒരു ഹൈന്ദവ ഗ്രന്ഥത്തിലാണ് ഈ വജ്രത്തെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശമുള്ളത്. അതിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഈ വജ്രം കൈവശം വെക്കുന്നവർ ലോകം മുഴുവൻ ഭരിക്കും, പക്ഷേ അയാൾ അതിന്റെ എല്ലാ ദുരിതങ്ങളും അനുഭവിക്കുകയും ചെയ്യും. ദൈവത്തിനോ ഒരു സ്ത്രീക്കോ മാത്രമേ ശിക്ഷ ഭയക്കാതെ ഇത് ധരിക്കാൻ സാധിക്കൂ. ഈ പ്രവചനത്തെ ശരിവെക്കുന്നതായിരുന്നു പിന്നീടുള്ള ചരിത്രം. കൊഹിനൂർ വജ്രം കൈവശം വെച്ച മിക്ക പുരുഷ ഭരണാധികാരികളും ദാരുണമായ അന്ത്യമാണ് നേരിട്ടത്. 1306 കാകതീയ രാജവംശത്തിൽ നിന്നും അലാവുദ്ദീൻ ഖിൽജി ഈ വജ്രം തട്ടിയെടുത്തു. ഖിൽജിക്ക് പിന്നീട് ദുരൂഹമരണം സംഭവിക്കുകയായിരുന്നു. വിഷം ഉള്ളിൽ ചെന്നായിരുന്നു മരണമെന്നും അതല്ല അജ്ഞാത രോഗം ബാധിച്ചായിരുന്നുവെന്നും 2 നിഗമനങ്ങളുണ്ട്. ഖിൽജിയുടെ മരണത്തിനു പിന്നാലെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം തകർച്ചയിലേക്കും അന്ത്യത്തിലേക്കും നീങ്ങി. ലോകപ്രശസ്തമായ മയൂരസിംഹാസനത്തിൽ ഷാജഹാൻ ഈ വജ്രം പതിപ്പിച്ചു. പിന്നീട് സ്വന്തം മകൻ ഔറംഗസീബ് അദ്ദേഹത്തെ തടവിലാക്കി. 1739 മുഗൾ സാമ്രാജ്യ പേർഷ്യൻ ഭരണാധികാരി നാദിർഷ ആക്രമിച്ചു. വജ്രം കൈക്കലാക്കിയ അദ്ദേഹം അതിന് കൊഹിനൂർ എന്ന് പേരിട്ടു. കൊഹിനൂർ സ്വന്തമാക്കി 8 വർഷത്തിനുള്ളിൽ സ്വന്തം സൈനികരാൽ അദ്ദേഹം വധിക്കപ്പെട്ടു. കൊച്ചുമകനായ ഷാറൂഖ് ഷായുടെ പക്കലായി പിന്നീട് കൊഹിനൂർ. ഷാറൂഖിനെ ആഗാ മുഹമ്മദ് ഖാൻ 1796 വകവരുത്തി. ഷാ പൂജ ദുറാനിയുടെ കൈകളിലേക്കാണ് കൊഹിനൂർ പിന്നീട് എത്തിപ്പെട്ടത്. ബ്രേസ്ലെറ്റായാണ് ദുറാനി ഇത് ധരിച്ചത്. ഒടുവിൽ തന്റെ പ്രാണരക്ഷാർത്ഥം രത്നം പഞ്ചാബ് കേസരി മഹാരാജ രഞ്ജിത് സിംഗിന് സമർപ്പിക്കേണ്ടി വന്നു. 1813 രഞ്ജിത് സിംഗിന്റെ കൈകളിൽ വജ്രമെത്തിയത്. അദ്ദേഹത്തിന്റെ മരണശേഷം സിഖ് സാമ്രാജ്യം ആഭ്യന്തര യുദ്ധങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും കൂപ്പുകുത്തി. 1839 മഹാരാജ രഞ്ജിത് സിംഗ് മരിച്ചതോടെ രത്നം മൂത്ത പുത്രനായ ഖരക് സിംഗിന് ലഭിച്ചു. ഖരക്കിനെ പിന്നീട് വിഷമുള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സിഖ് രാജവംശമായ മഹാരാജയിലെ അവസാനത്തെ രാജാവായ മഹാരാജ ദുലീപ് സിംഗിന്റെ പക്കലാണ് കൊഹിനൂർ എത്തിച്ചേർന്നത്. സിഖ് സാമ്രാജ്യത്തെ 1849 ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുമ്പോൾ ദുലീപ് സിംഗിന് വെറും 10 വയസ്സു മാത്രമായിരുന്നു പ്രായം. ഒടുവിൽ ബ്രിട്ടീഷുകാർ പഞ്ചാബ് കീഴടക്കി. 10 വയസ്സുകാരനായ മഹാരാജ ദുലീപ് സിംഗിൽ നിന്ന് ഈ വജ്രം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്തു. വിക്ടോറിയ രാജ്ഞിയുടെ തലയിൽ വയ്ക്കാനായി ഇതിനെ മുറിച്ച് വലിപ്പം കുറച്ചു. ഇതിന്റെ ശാപകതയെക്കുറിച്ചുള്ള കഥകൾ അറിഞ്ഞ ബ്രിട്ടീഷുകാർ വജ്രം രാജ്ഞി വിക്ടോറിയയ്ക്ക് സമർപ്പിച്ചു. ശാപം ഒഴിവാക്കാൻ വേണ്ടി കൊഹിനൂർ വജ്രം പുരുഷന്മാർ ധരിക്കാൻ പാടില്ലെന്നും രാജകുടുംബത്തിലെ സ്ത്രീകൾ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്നും തീരുമാനിച്ചു. വിക്ടോറിയ രാജ്ഞിക്ക് ശേഷം അലക്സാണ്ടർ രാജ്ഞി, മേരി രാജ്ഞി, എലിസബത്ത് രാജ്ഞി അഥവാ ക്വീൻ മദർ എന്നിവർ ഈ വജ്രം ധരിച്ചിട്ടുണ്ട്. എലിസബത്ത് രാജ്ഞിക്ക് വേണ്ടി 1937 നിർമ്മിച്ച കിരീടത്തിലാണ് നിലവിൽ ഈ വജ്രം പതിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ലണ്ടൻ ടവറിലെ ജുവൽ ഹൗസിൽ അതീവ സുരക്ഷയിലാണ് ഈ വജ്രം സൂക്ഷിച്ചിരിക്കുന്നത്. 2023 നടന്ന കിരീടധാരണ ചടങ്ങിൽ രാഷ്ട്രീയ തർക്കങ്ങളും ചരിത്രപരമായ വിവാദങ്ങളും കണക്കിലെടുത്ത് കാമില രാജ്ഞി കൊഹിനൂർ പതിപ്പിക്കാത്ത കിരീടമാണ് തിരഞ്ഞെടുത്തത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വജ്രം തിരികെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയായി കൊഹിനൂർ ഇന്നും ലണ്ടനിൽ അവശേഷിക്കുന്നു. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.